கருப்பையா, அந்த தர்வான் வந்திருக்கா? தர்வான், அந்த கருப்பையா வந்திருக்கா? கமலு, சீக்கிரம் காப்பி உண்டுவாமா. காஃபி. கவி, சிவனா? வா வா. கமலு, நாள தெரியுமா? இவர்தான் சிவன். ஒரு நாளைக்கு அப்பையோட தேடி இங்க வந்தீங்க இல்ல? ஓ அதே. கமலு ரொம்ப திறமைசாலி, புத்திசாலி. எனக்கு வியாயாமம் கத்தி கொடுக்கறதுக்கு வந்தேன். வா, மேல போலாம். வா. அம்மா, இந்த சிவனுக்கு ஏதாவது வேலை கிடைச்சதா? ஆயிட்டே இருக்காங்கம்மா. இந்த பையன் வியாயாமம் கத்தி கொடுத்தா முதலாளி ஒரு வாரத்துக்குள்ள குதிரைக்குட்டி மாதிரி ஆயிடும். கமலு, உட்காருமா. குடிக்கிறதுக்கு சூடா ஏதாவது தர முடியுமா? முருகா, ശിവൻ ചേട്ടാ, ശിവൻ ചേട്ടാ. ആരാത്? ഞാനാണ് ഇക്ബാല്. എന്താ? ശിവൻ ചേട്ടൻ ഇവിടെ ഇല്ലേ? അയാളിപ്പോ ഇവിടെയില്ല, വേറെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻ ചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്കെന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. എടോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്ന് പതിവ്രത ചമയാതെടി. വിടാൻ! നിന്നെ ഞാൻ കൊല്ലും.
പോലും ശിവൻ. ബാക്കി നാളേക്ക് വെച്ചകളാ. ആ ശരി. ഓ, അപ്പോ വല്ലവരും കണ്ടാലേ കുഴപ്പമുള്ളൂ. കമലു, என் கூட இந்த மாதிரி வெளியில வர்றதுக்கு உங்களுக்கு பயம் இல்லையா? ഇല്ല, പേടി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരും പേടിച്ചിട്ടില്ല. எனக்கு உங்களை பத்தி எல்லாம் தெரியும், தெரிஞ்சுக்கிட்டு இருக்கேன். ஆமா, நீங்க ஏதாவது பிசினஸ் பண்ணக்கூடாதா? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഈ പണമില്ല. உங்களுக்கு எவ்வளவு பணம் வேணாலும் தரேன். ஆனா நீங்க என்னுடையவரா இருக்கணும். ഞാൻ എന്നും നിങ്ങളുടേതായിരിക്കും. அப்படின்னா நீங்க ஒரு பிசினஸ் கண்டுபிடிங்க, நான் உங்களுக்கு எவ்வளவு பணம் வேணாலும் தரேன். ആരാ ഇവിടെ ഒരു പോറ്റി? ഞാനാണ് പോറ്റി. ഓഹോ, താനാണ് പോറ്റിയല്ലേ? അതെ. താന് ഈ സ്ഥലവും ഹോട്ടലും ഒക്കെ വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ശരിയാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത്? കച്ചവടം പൊളിഞ്ഞു, പണത്തിന്റെ വിഷമം കൊണ്ടാ വിൽക്കുന്നത്. ആ, ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ എനിക്കൊന്ന് കാണാമോ? കാണാമല്ലോ, വന്നാട്ടെ. ഏതാ ഇവര്? എന്റെ ഭാര്യയാണ്. ഓ, ഭാര്യ അല്ലേ? പാവം. ഏതാ ഈ കുട്ടികള്? എന്റെ മകളുടെ കുട്ടികൾ. മോക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 2 ഉണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. ഏതാ ഈ സ്ത്രീ? ഇവളെന്റെ മോളാണ്. ഇവിടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ ഇവളെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പോയി. മിടുക്കൻ. അമ്മേ, ആ വന്ന ആളെ അമ്മ ശ്രദ്ധിച്ചോ? എന്താ മോളെ? പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവനല്ലേ അത്? അയ്യോ, ശിവൻ എവിടെ കിടക്കുന്നു? ഈ സാർ എവിടെ കിടക്കുന്നു? ഇതേതോ വലിയ മലയാളിയാ. ഞാൻ എന്റെ മാനേജരെ അയക്കാം. ഓ,
വില നിശ്ചയിച്ച് പണം വാങ്ങിക്കോളൂ. പക്ഷേ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നെന്ന് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഞങ്ങൾ ഇറങ്ങിത്തരാം. നാളെയോ മറ്റന്നാളോ ചെറിയ ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ഒരുപാട് കടമുണ്ട്. ജീവിതത്തിൽ പലർക്കും പല കടങ്ങളും ഉണ്ട് പോറ്റി. ഞാനും എന്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ.